ഹലോ എവ്രി വൺ. അപ്പോൾ ക്രിസ്മസ് എക്സാമിനൊക്കെ ശേഷം എല്ലാവരും നിങ്ങളുടെ തേർഡ് ടേമിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ തേർഡ് ടേമിലേക്ക് വരുമ്പോൾ +1 അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിനെയും വെയിറ്റേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമുക്ക് ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ആണ് +1 അക്കൗണ്ടൻസിയിൽ വരുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ ഓൾറെഡി 7 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു തേർഡ് ടേമിലേക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് 8th and 9th ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2. അപ്പം ഇതിനോടകം തന്നെ ഇതിൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൂടാതെ എങ്ങനെയാണ് ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക, ഏതൊക്കെ ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്, എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1-നകത്ത് പഠിക്കും. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2-നകത്ത് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് രണ്ടും എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1-ലേക്ക് വരുമ്പോൾ അതിൻ്റെ വെയിറ്റേജ് 5 മാർക്സ് ആണ്. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2-ലേക്ക് വരുമ്പോൾ വെയിറ്റേജ് വരുന്നത് 10 മാർക്സ് ആണ്. ഓക്കെ, അതായത് ടോട്ടൽ ഈ രണ്ട് ചാപ്റ്റേഴ്സും കൂടിയിട്ട് 15 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് ദെൻ AFSലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1-നകത്ത് 6 മാർക്സും ആൻഡ് ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2-നകത്ത് നിന്ന് 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് എല്ലാ ചാപ്റ്റേഴ്സിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2. അതാണ് നമുക്ക് ഈ ഒരു ടേമിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ചാപ്റ്റർ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻസും അല്ലെങ്കിൽ എന്താണ് ചില കുട്ടികൾക്ക് കേട്ടോ, ചിലവർക്ക് ഭയങ്കര എന്താണ് ഒരു ത്രില്ലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഷീറ്റൊക്കെ ടാലിയാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ വരുന്ന ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഇവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരിക്കും. ഓക്കെ, ടേം 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ടും പഠിക്കാനായിട്ടുണ്ടാവില്ല. ഫെബ്രുവരി ഒരു 2nd വീക്കോട് കൂടിയിട്ട് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ജനുവരി ലാസ്റ്റോട് കൂടി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫെബ്രുവരി 1st വീക്കോട് കൂടിയിട്ട് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് പഠിക്കാം. ഇപ്പം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒഴിവാക്കാം. മുന്നത്തെ പോലെയല്ല, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് +2-ൽ മറ്റ് എക്സാമിന് കൂടിയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും ഓർക്കുക. നിങ്ങളുടെ എന്താണ് ഇതുവരെയുള്ള ആ ഒരു പഠനവും കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്തുക. ഓക്കെ, ഇനി ഡേയ്സ് കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും ട്രിപ്ലൈയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു ടേമും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.